अस्सलामु अलैकुम रहमतुल्लाह। أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അള്ളാഹു തന്റെ അനുഗ്രഹം കൊണ്ട് MTA മുഖേന ഈ വിധത്തിൽ അഹമ്മദിയ ലോകത്തെ ഒരുമിപ്പിക്കുകയും പരസ്പരം അറിവുള്ളവരാക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കാലത്തിന്റെ ഖലീഫയുടെ പര്യടനത്തെക്കുറിച്ചും ജമാഅത്തി പരിപാടികളെക്കുറിച്ചും ഉള്ള വാർത്തകൾ കേൾക്കുന്നതിനു വേണ്ടി നീണ്ട കാത്തിരിപ്പിന്റെയോ ജമാഅത്തിന്റെ പത്രങ്ങൾക്കോ മാസികൾക്കോ വേണ്ടി നീണ്ട കാത്തിരിപ്പോ നടത്തേണ്ടതായി വരുന്നില്ല. മറിച്ച് അപ്പോൾ തന്നെ എല്ലാ വാർത്തയും എത്തിക്കൊണ്ടിരിക്കുന്നു, എല്ലാ പരിപാടികളും കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നല്ല, ജൽസയുടെ നടപടിക്രമത്തെക്കുറിച്ചും അന്തരീക്ഷത്തെക്കുറിച്ചും കേൾക്കുന്നവരുടെ ഭാഗത്തുനിന്ന് ചില അവസരങ്ങളിൽ പെട്ടെന്നുള്ള അവലോകനവും വികാരത്തിന്റെ പ്രകടനവും പരിപാടികൾക്കിടയിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഏതായിരുന്നാലും കഴിഞ്ഞ ദിവസം എല്ലാവർക്കും അറിയാവുന്നതുപോലെ ജർമ്മനിയിലെ ജൽസ നടന്നു. അതിനെക്കുറിച്ചും എനിക്ക് ആളുകൾ എഴുതി. അധികവും വിവിധ രാജ്യങ്ങളിലെ പരിപാടികളെക്കുറിച്ച് എനിക്ക് ആളുകൾ എഴുതാറുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പോകുന്ന സ്ഥലങ്ങളിൽ അവിടങ്ങളെക്കുറിച്ച് ആളുകൾക്ക് പ്രത്യേകമായ അഭിപ്രായ പ്രകടനം ഉണ്ടായിരിക്കും. വിവിധ തരത്തിലുള്ള വികാര പ്രകടനങ്ങൾ ആയിരിക്കും. അള്ളാഹുവിന് മനുഷ്യൻ നന്ദി പ്രകടിപ്പിക്കുന്നവനായിത്തീരുന്നു, അവനെ സ്തുതിക്കുന്നു. അള്ളാഹു ഈ നിഅമത്ത് നൽകിക്കൊണ്ട് ഏതു വിധത്തിലാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജമാഅത്തിനെ ഒന്നിപ്പിച്ചിരിക്കുന്നത്. ഒരു ചരടിൽ കോർത്തിണക്കിയതിന്റെ പ്രത്യക്ഷമായ ദൃശ്യത്തിന്റെ മനോഹരമായ സംവിധാനം ഒരുക്കിയിരിക്കുന്നു. ഇതിനായി നാം അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുന്നതോടൊപ്പം MTA പ്രവർത്തകർക്കു വേണ്ടിയും, അതിൽ സന്നദ്ധ സേവകരായ പ്രവർത്തകരുണ്ട്, മുഴുവൻ സമയ പ്രവർത്തകരും ഉണ്ട്, അവർക്ക് വേണ്ടിയും നന്ദി പ്രകടിപ്പിക്കേണ്ടതാണ്. ഇവർ ക്യാമറയ്ക്ക് പിന്നിലാണെങ്കിലും അല്ലെങ്കിൽ ട്രാൻസ്മിഷനിൽ ഇരിക്കുകയാണെങ്കിലും അതല്ല എങ്കിൽ മറ്റു ജോലികളിൽ മുഴുകിയിരിക്കുകയാണെങ്കിലും ഒരുപാട് പ്രവർത്തകരുണ്ട്. അവർ ഒരു പരിപാടി തയ്യാറാക്കുന്നതിലും
അത് അയക്കുന്നതിനും വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന കാണാൻ സാധിക്കുന്ന അവരെ കൂടാതെയുള്ളവരാണ്. ചില പ്രവർത്തകർ ഞാൻ പര്യടനത്തിനായി പോകുമ്പോൾ ഇവിടെ നിന്നും പോകുന്നു. തങ്ങളുടെ ആപ്ലിംഗ് ചെയ്യുന്ന ഉപകരണങ്ങളുമായി. അതുപോലെ തന്നെ ഏതൊരു രാജ്യത്ത് പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ സന്നദ്ധ സേവകരും പ്രവർത്തകരും ഉൾപ്പെടുന്നു. ജർമ്മനിയിലും ഈ സന്നദ്ധ സേവകരും സ്ഥിരമായി ജോലി ചെയ്യുകയും ചെയ്യുന്നവരുടെ ഒരു ടീം ഉണ്ട്. അവർ താൽപര്യജനകമായ വിവിധ പരിപാടികൾ സമർപ്പിക്കുന്നു. അല്ലാഹു ഇവർ എല്ലാവർക്കും പ്രതിഫലം നൽകുമാറാകട്ടെ. ഇത് തന്നെയാണ് ആളുകൾ കത്തുകളിൽ എഴുതുന്നത്. അല്ലാഹു MTA പ്രവർത്തകർക്ക് അനുഗ്രഹം നൽകട്ടെ. അവർക്ക് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന പ്രവർത്തകരുണ്ട്. അവർ ജൽസയിൽ സന്നദ്ധ സേവനം എന്ന നിലയിലാണ് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിഥികളുടെ സേവനത്തിൽ രാവും പകലും അവർ ഒന്നാക്കുന്നു. ഇവരുടെ എണ്ണവും ഇപ്പോൾ 1000-ൽ ആയിരിക്കുന്നു വലിയ രാജ്യങ്ങളിൽ. അതിൽ പുരുഷന്മാരും ഉണ്ട്, സ്ത്രീകളും ഉണ്ട്, യുവാക്കളായ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്, ചെറിയ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. ഈ വിധത്തിലുള്ള ഒരു ആത്മാവോടു കൂടിയാണ് അവർ ജോലി ചെയ്യുന്നത്. അത് ഈ കാലഘട്ടത്തിൽ കേവലം അഹമ്മദിയ ജമാഅത്തിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ ദൃശ്യം ഏതാനും ആഴ്ച മുമ്പ് നാം ഇവിടെ UK ജൽസ സാലാനയിൽ കണ്ടു. അതേ ദൃശ്യം തന്നെ ഇപ്പോൾ ജർമ്മനിയിലെ ജൽസ സാലാനയിലും കാണാൻ സാധിച്ചു. പങ്കെടുക്കുന്ന എല്ലാവരും ഈ സന്നദ്ധ സേവകർക്ക് നന്ദി പ്രകടിപ്പിക്കേണ്ടതാണ്. ഞാനതെല്ലായ്പ്പോഴും പറയാറുള്ളതാണ്. അവർ ഒരു ആവേശത്തോടുകൂടി അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിനു വേണ്ടി നിസ്വാർത്ഥരായിക്കൊണ്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തകരുടെ ഈ ജോലി അനഹ്മദി അമുസ്ലിം അതിഥികളെ സംബന്ധിച്ചിടത്തോളം നിശബ്ദ തബ്ലീഗിന്റെ മാർഗമായി മാറുന്നു. MTA കാണിക്കുന്ന ജൽസയുടെ പരിപാടി, അതിനെക്കുറിച്ച് ആളുകൾ തങ്ങളുടെ അഭിപ്രായം അറിയിക്കുന്നു. ഈ പരിപാടികളിൽ നിന്ന് പ്രയോജനം എടുക്കുകയും അത് ആസ്വദിക്കുകയും ചെയ്യുന്നു. എന്നാൽ ജൽസയിൽ വന്ന അന്യരുടെ അഭിപ്രായം, അനുഭവം, പ്രവർത്തകരുടെ സേവനത്തെക്കുറിച്ചുള്ള വികാരപ്രകടനം അത് ജൽസയുടെ ദിവസങ്ങളിൽ കാണിച്ചിട്ടില്ല, പറയാറുമില്ല. അത് ഏതെങ്കിലും വിധത്തിൽ അറിയാനും സാധിക്കുകയില്ല. ഈ പ്രവർത്തകർ തങ്ങളുടെ ഡ്യൂട്ടികൾ കൂടാതെ ഒരു നിശബ്ദ മുബല്ലിഗിന്റെ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അറിവ് MTA സ്ക്രീൻ നൽകുന്നില്ല. പരിപാടി സമർപ്പിക്കുന്നവർക്കും ഇതിന്റെ കടമ നിർവഹിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ജൽസയിൽ പങ്കെടുക്കുന്നവരും തങ്ങളുടെ പെരുമാറ്റം കൊണ്ട് ഒരു നല്ല സ്വാധീനമാണ് അതിഥികളിൽ ഉണ്ടാക്കുന്നത്. അതിന്റെ പ്രകടനം അതിഥികൾ പിന്നീട് നടത്തുന്നു. ജൽസ സാലാനയുടെ സ്വാധീനവും അഭിപ്രായത്തിന്റെ ഈ ഭാഗവും ആളുകളുടെ മുമ്പിൽ സമർപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് സമർപ്പിക്കുന്നത്. കാരണം ലോകത്ത് വസിക്കുന്ന അഹമ്മദികളും ഇത് അറിയണം. ജൽസയുടെ സ്വാധീനം ഏതുവിധത്തിലാണ് അന്യർക്ക് അസാധാരണമായ സ്വാധീനത്തിന് കാരണമായി തീരുന്നത്. പങ്കെടുക്കുന്നവരും പ്രവർത്തകരും അറിയണം അവരുടെ പെരുമാറ്റം ഏതു വിധത്തിലാണ് നിശബ്ദമായ നിലവിൽ അനഹ്മദികളായ ആളുകളെ ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന അതിഥിയുടെ അഭിപ്രായം സമർപ്പിക്കുന്നതായിരിക്കും. ജൽസയുടെ അനുഗ്രഹത്തിന് ഈ ഭാഗവും നമ്മുടെ മുമ്പിൽ വരുന്നതിനു വേണ്ടി അള്ളാഹുവിന് കൂടുതലായി നന്ദി പ്രകടിപ്പിക്കാനുള്ള അവസരം
നമുക്ക് ലഭിക്കുന്നതിനു വേണ്ടി തങ്ങളുടെ അവസ്ഥകൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിലേക്ക് നമുക്ക് ശ്രദ്ധയുണ്ടാകുന്നതിനു വേണ്ടി ഒരു അറബി വംശനായ മുസ്ലിം സഹോദരൻ ഖാലിദ് നിയാസ് സാഹിബ്, അദ്ദേഹം റെട്ര സംഘടനയോടൊപ്പം പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം ഇപ്രാവശ്യം ജർമ്മൻ ജൽസയിൽ പങ്കെടുത്തു. അദ്ദേഹം തന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ എന്റെ ആ മുസ്ലിം സുഹൃത്തുക്കളെ ഇസ്ലാമിനെ കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നതായി കാണുമ്പോൾ മുസ്ലിങ്ങളുടെ പരസ്പരമുള്ള വെറുപ്പും കലഹവും കാരണം എനിക്ക് ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഇന്ന് ഈ ജൽസയിൽ താങ്കളുടെ ജമാഅത്തിലെ സമൂഹം എന്ന നിലയിലും വ്യക്തികൾ എന്ന നിലയിലും സമാധാനവും സ്നേഹവും പരസ്പരമുള്ള ഐക്യവും കണ്ടുകൊണ്ട് താങ്കളുടെ ജമാഅത്ത് അംഗങ്ങളിൽ ഖിലാഫത്തുക്ക് വേണ്ടിയുള്ള സ്നേഹവും ആദരവും കണ്ടതിനു ശേഷം എന്റെ തല അഭിമാനം കൊണ്ട് ഉയർന്നിരിക്കുന്നു. ഞാൻ അത്തരത്തിലുള്ള ഒരു ജമാഅത്തിനെ തന്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അതിലെ അംഗങ്ങൾ സമാധാനം കാംക്ഷിക്കുന്നവരാണ്. അവരുടെ സമ്മേളനം വ്യവസ്ഥാപിതമാണ്. പറയുന്നു, നിങ്ങളുടെ മാതൃക ഇനി വളരെ ഉറപ്പോടുകൂടി തന്റെ അമുസ്ലിം സുഹൃത്തുക്കൾക്ക് നൽകിക്കൊണ്ട് അവരുടെ ഇസ്ലാമിനെ കുറിച്ചുള്ള ആരോപണങ്ങളെ ഞാൻ പ്രതിരോധിക്കുന്നതാണ്. മറ്റൊരു ജർമ്മൻ സുഹൃത്ത് നിഷായിൽ ഫേഷൽ സാഹിബ് ജൽസയിൽ പങ്കെടുത്തു. അദ്ദേഹം പറയുന്നു, ഞാൻ ഈ ജൽസയിൽ പങ്കെടുക്കുന്നതിനു മുമ്പ് പത്രത്തിൽ വായിക്കാറുണ്ടായിരുന്നു അഹമ്മദികൾ സമാധാനകാംക്ഷികളാണ്. എന്നാൽ എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു സമാധാനത്തിന്റെ വാദം മറ്റനേകം പേർ നടത്തുന്നുണ്ട്. ഇവിടെ വന്നുകൊണ്ട് ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു സമാധാനത്തിന്റെ വാദവും അതുമായിട്ടുള്ള പ്രവർത്തനവും ഈ ജൽസയിൽ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇവിടെ എല്ലാവരും സ്നേഹത്തോടും അനുരക്തിയോടും കൂടി സ്വയം സമയം ചിലവഴിക്കുന്നു. വരുന്ന മറ്റുള്ളവർക്കും സ്വാഗതം ഓതുന്നു. ഇത്രയും വലിയ സമ്മേളനം ഇത്ര സമാധാനത്തോടുകൂടി ഇത് നോക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകുന്നു. അതല്ലെങ്കിൽ 500 പേർ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ കലഹം ഉണ്ടാകും. പറയുന്നു, ഞാൻ ജൽസയിൽ പങ്കെടുത്ത് നിങ്ങളുടെ ഈ സമാധാനപൂർണമായ അന്തരീക്ഷം കണ്ടുകൊണ്ട് നിങ്ങളുടെ സമാധാനത്തിനുള്ള വാദത്തെ സാക്ഷ്യപ്പെടുത്തുന്നു. മറ്റൊരു ജർമ്മൻ വനിത മറാസി യുഗാല ജമാഅത്തുമായി ഇവർക്ക് സ്ഥിരമായിട്ട് ബന്ധം ഇപ്പോൾ ഉണ്ട്. അവർ ജൽസയിൽ അവര് ബൈഅത്തിന്റെ പരിപാടിയും കണ്ടു. പറയുന്നു, എന്റെ ചോദ്യം ഓരോന്നോരോന്നായി പരിഹരിക്കപ്പെട്ടു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി എനിക്ക് കൂടുതലായി അതിഥിയായി വരാൻ സാധിക്കില്ല എന്നാണ്. കാരണം ഇപ്പോൾ എന്റെ ആഗ്രഹം സ്വയം ബൈഅത്ത് ചെയ്ത് ജമാഅത്തിൽ ഉൾപ്പെടണം എന്നാണ്. മറ്റൊരു വനിത മാരിയ ജോസെ, അവർ യഥാർത്ഥത്തിൽ ദക്ഷിണ അമേരിക്കക്കാരിയാണ്. ബെർലിംഗമിൽ വിദ്യാർത്ഥിയാണ്. ഇവിടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വന്നതാണ്. തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, എനിക്ക് ഇതിനു മുമ്പ് ഇസ്ലാമിനെ അല്ലെങ്കിൽ അഹമ്മദിയത്തിനെ കുറിച്ച് ഒരു പരിചയവും ഉണ്ടായിരുന്നില്ല. പാരഗോയിലെ മുറബിയുടെ ഭാര്യ മുഖേന എനിക്ക് ജമാഅത്തിനെ കുറിച്ച് പരിചയപ്പെടാൻ സാധിച്ചു. എനിക്കറിയാൻ സാധിച്ചു ജർമ്മനിയിൽ അഹമ്മദിയ ജമാഅത്തിന്റെ ജൽസ നടക്കും എന്ന്. അങ്ങനെ ഞാൻ ജൽസയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ വളരെയധികം അത്ഭുതപ്പെട്ടു. ഇത്ര വംശത്തിലും വർഗത്തിലും വർണ്ണത്തിലും പെട്ട ആളുകൾ ഇത്രമാത്രം ഐക്യത്തോടുകൂടി വസിക്കുന്നു. എല്ലായിടത്തും സമാധാനവും സ്നേഹവും മാത്രമാണ്. എല്ലാവരും സമാധാനത്തിലാണ്. ആർക്കും ഒരു ഭയം ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സമാധാനപൂർണമായ സമ്മേളനത്തിൽ പങ്കെടുത്തത് അത്ഭുതകരമായ കാര്യമാണ്. ഞാൻ തിരിച്ചു പോയി അഹമ്മദിയ ജമാഅത്തിന്റെ മസ്ജിദുമായി ബന്ധം സ്ഥാപിക്കുകയും ഈ ജമാഅത്തുമായി കൂടുതൽ ബന്ധപ്പെടുകയും എനിക്ക് നിങ്ങളുമായി കൂടിച്ചേർന്നതിനു ശേഷം ഒരു ഹൃദയസമാധാനം ലഭിച്ചിരിക്കുന്നു. മെസഡോണിയയിലെ ഒരു സോഷ്യൽ വർക്കൽ സംഘടനയിൽ ജോലി ചെയ്യുന്ന 3 വനിതകൾ പങ്കെടുത്തിരുന്നു. അതിൽ ഒരാൾ പറയുന്നു, ഞങ്ങളുടെ ചുറ്റുപാടും അവിടെ മെസഡോണിയയിൽ ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. എന്നാൽ ഇസ്ലാമിന്റെ ഈ ഒരു വിഭാഗം, ഈ ഒരു തരം ഇത്തരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള പ്രകടനം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തികച്ചും പ്രതീക്ഷിക്കാൻ സാധിക്കാത്തതായിരുന്നു. ഞങ്ങൾ നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ അധ്യാപനവും നിങ്ങളുടെ ലീഡർഷിപ്പും കാണുകയുണ്ടായി. ഞങ്ങൾ ഈ ഒരു ചിന്തയോടുകൂടിയാണ് തിരിച്ചു പോകുന്നത്. അവിടെയുള്ള മുസ്ലിങ്ങൾക്ക്
നിങ്ങളുടെ ജമാഅത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുകയും ഈ ജമാഅത്തും ഇതിന്റെ ജൽസയും മറ്റു മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മാതൃകയാണ്. ഇത്രമാത്രം സമാധാനപൂർണമായ അധ്യാപനം, ഇത്രമാത്രം വ്യവസ്ഥാപിതമായ ജമാഅത്ത്, ഇതിന് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കാൻ യോഗ്യരായിട്ടുള്ളവരാണ്. ഈ പ്രാവശ്യം ഞങ്ങൾ ആരെങ്കിലും ക്ഷണിച്ചിട്ടാണ് വന്നത്. എന്നാൽ ഞങ്ങൾ വിചാരിക്കുന്നത് അടുത്ത പ്രാവശ്യം അതിഥികളെ കൂട്ടി വരുന്നതായിരിക്കും. നിങ്ങളുടെ ജമാഅത്തിനെ മെസഡോണിയയിലെ മുസ്ലിങ്ങൾക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നതായിരിക്കും. ഈ വിധത്തിൽ അള്ളാഹു തബ്ലീഗിനുള്ള മാർഗവും തുറക്കുന്നു. ലാറ്റ്വിയയിൽ നിന്ന് ഒരു ക്രിസ്തീയ സഹോദരൻ നെക്കോളാസ് സാഹിബ് വന്നിരുന്നു. അദ്ദേഹം വിദ്യാർത്ഥിയാണ്, മതത്തിൽ ഗവേഷണത്തിൽ താല്പര്യമുള്ള ആളാണ്. പറയുന്നു, മതത്തിൽ എനിക്ക് ഗഹനമായ താല്പര്യമുണ്ട്. ഇത് കാരണം നിങ്ങളുടെ ജമാഅത്തിന്റെ അധ്യാപനങ്ങൾ സമാധാനപൂർണമാണ്. ഇപ്പോൾ ഞാൻ അതിന്റെ കർമ്മപരമായ പ്രകടനം കാണുന്നു. നിങ്ങളുടെ ഈ അധ്യാപനം, നിങ്ങളുടെ ജീവിത രീതി, അത് പോസിറ്റീവായിട്ടുള്ളതും ആകർഷണീയമായിട്ടുള്ളതുമാണ്. ഞാൻ ജൽസയിൽ പങ്കെടുത്ത ആളുകളിൽ ഒരു ആത്മീയമായിട്ടുള്ള ഗഹനത കാണുകയുണ്ടായി. ഈ ജൽസയിൽ പങ്കെടുക്കുന്ന അഹമ്മദികളുടെ ജോലിയാണ് എല്ലായ്പ്പോഴും ഇവർ ഈ ആത്മീയമായിട്ടുള്ള ഒരു ഗഹനത നമ്മളിൽ കാണുന്നുവെങ്കിൽ ഇത് നമ്മുടെ ജൽസയുടെ ദിവസങ്ങളിൽ മാത്രം പരിമിതപ്പെടാതെ താൽക്കാലികമാകാതെ സ്ഥിരമായി നിലനിൽക്കുന്നതായിരിക്കേണ്ടതാണ്. ലാറ്റ്വിയയിൽ നിന്ന് ഒരു ജേർണലിസ്റ്റായ വനിത അഗസ്റ്റിൻ സാഹിബ തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ടെഴുതി, ഞാൻ കഴിഞ്ഞ 6 മാസമായി ഇസ്ലാമിന്റെ വിവിധ വിഭാഗങ്ങളെക്കുറിച്ചൊരു പ്രൊജക്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുവേണ്ടി ഞാൻ ഇസ്താംബൂളിൽ പോവുകയുണ്ടായി. വിവിധ ഇസ്ലാമിക സംഘടനകളുമായി ബന്ധപ്പെട്ടു. എന്നാൽ ഇവിടെ അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിനെ കണ്ടുകൊണ്ട് എന്റെ ഹൃദയത്തിന്റെ അവസ്ഥ അത് വിവരിക്കാൻ എന്റെ വക്കൽ വാക്കുകളില്ല. ഞാൻ അദ്ദേഹത്തിന്റെ മുലാഖാത്ത് സമയത്ത് ചോദിച്ചു, അവരെന്നോട് ചോദിച്ചിരുന്നു ഇപ്പോഴുള്ള അസമാധാനത്തിനുള്ള പരിഹാരം എന്താണ്. അത് 2 വാക്കുകളിൽ അദ്ദേഹം പൂർണ്ണമായ മറുപടി നൽകി. ഇപ്രകാരം പറഞ്ഞു, ഇന്നത്തെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ശരിയായ അധ്യാപനവും ശിക്ഷണവും നൽകുക, ഇസ്ലാമിക ശരിയായ അധ്യാപനങ്ങൾ നൽകുക. നിശ്ചയമായും ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന് പറയുന്നത് ശരിയായ അധ്യാപനം നൽകുക എന്നുള്ളതും ശരിയായ അധ്യാപനത്തെക്കുറിച്ചുള്ള ഗ്രാഹ്യം നൽകുക എന്നുള്ളതാണ്. അത് നമുക്ക് ഈ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സത്യസന്ധനായ ദാസനാണ് നൽകിയിരിക്കുന്നത്. ഓരോ അഹമ്മദിയുടെയും ഉത്തരവാദിത്വം അന്യരുടെ ഈ അഭിപ്രായത്തിൽ അഭിമാനിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, മറിച്ച് നാം നമ്മുടെ കർമ്മപരമായ അവസ്ഥയെ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. ലാറ്റ്വിയയിൽ നിന്ന് കുർത്തുബ യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസർ നോട്ടി ഇലിയാസ് സാഹിബ ജൽസയിൽ പങ്കെടുത്തുകൊണ്ട് തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് എഴുതി, ജീവിതത്തിൽ ആദ്യമായി മുസ്ലിങ്ങളുടെ ഇത്രയും വലിയ സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ്. ഞാൻ അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിനെ വളരെ അടുത്ത് നിന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് അത്ഭുതകരമായ ഒരു അനുഭവമായിരുന്നു. ഇതിന്റെ ഓർമ്മ എന്റെ ജീവിതം മുഴുവൻ നിലനിൽക്കുന്നതാണ്. എന്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ എന്റെ വാക്കുകൾ മതിയാവുകയില്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അഹമ്മദിയ ജമാഅത്തും അതിന്റെ ഖലീഫയും മറ്റു മുസ്ലിങ്ങളിൽ തികച്ചും വ്യത്യസ്തമാണ്. ഈ വ്യത്യാസം ഞാൻ സ്വയം അനുഭവിക്കുന്നു. ഓരോ അഹമ്മദികളും ജൽസയിൽ പങ്കെടുത്തവരുടെ മേൽ ഒരു സ്വാധീനം ചെലുത്തുകയുണ്ടായി. ഈ വർഷം ബോസ്നിയയിൽ നിന്ന് 40 അംഗങ്ങളുടെ ഒരു സംഘം ജൽസയിൽ പങ്കെടുത്തു. അതിൽ 18 അഹമ്മദികളായിരുന്നു. ബാക്കി 28 പേർ അനുഭാവികളായിരുന്നു. ഒരതിഥി യാസ്മീൻ സാഹിബ, അവർ കുറച്ചു മുമ്പാണ് ജമാഅത്തുമായി പരിചയപ്പെട്ടത്. അവർ ജമസിൽ പങ്കെടുത്തു. തന്റെ കാറിൽ ഇവർ സ്വയം 1200 കിലോമീറ്റർ യാത്ര ചെയ്തുകൊണ്ടാണ് വന്നത്. പറയുന്നു, ജൽസയുടെ ഇത്ര വലിയ സംവിധാനം കണ്ടുകൊണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഏത് വിധത്തിലുള്ള ആളുകളാണ്. ജൽസയുടെ എല്ലാ സംവിധാനവും, അവിടെ ഒരു സ്ഥലത്തും എനിക്കൊരു ന്യൂനതയും കാണാൻ സാധിച്ചില്ല. ഈ പ്രവർത്തകരുടെ സേവനത്തിന്റെ സ്വാധീനമാണിത്. അത് അന്യരെ സ്വാധീനിക്കാത്ത തരമില്ല. മറ്റൊരു അതിഥി
അജാദ് സാഹിബ് ബോസ്നിയയിലെ ഹ്യൂമൻ കമ്മ്യൂണിറ്റിയുടെ പ്രവർത്തകനും പ്രസിദ്ധ രാഷ്ട്രീയക്കാരനും ചിന്തകനുമാണ്, ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറുമാണ്. പറയുന്നു, ജൽസയുടെ എല്ലാ സംവിധാനവും വളരെ ഉന്നതമായ നിലയിലായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും തന്നെ ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല. ഈ ജൽസ എന്നെ സംബന്ധിച്ചിടത്തോളം വിവിധ വശത്തിലൂടെ ഒരു പാഠം നൽകുന്നതായിരുന്നു. പ്രവർത്തകരുടെ ആത്മാർത്ഥത കണ്ടുകൊണ്ട് ഞാൻ മനസ്സിലാക്കി, ഇവർ ഈമാനിൽ വളരെയധികം ദൃഢചിത്തരാണ്. ഇവരുടെ വാക്കിലും പ്രവൃത്തിയിലും ഒരുപോലെയാണ്. ഇത് തന്നെയാണ് ഇവരുടെ പുരോഗതിയുടെ രഹസ്യം. ഇവരുടെ ഈ അവസ്ഥ ഉണ്ടാകാനുള്ള കാരണം ഖിലാഫത്തുമായിട്ടുള്ള അവരുടെ ബന്ധമാണ്. ഇവർ ജൽസയിൽ പങ്കെടുക്കുമ്പോൾ ഖിലാഫത്തിനെ കുറിച്ചുള്ള ഇവരുടെ തെറ്റായ ചിന്താഗതി, അതിനെക്കുറിച്ചുള്ള അവരുടെ ഭയം, അതും ദൂരീകരിക്കപ്പെടുന്നു. ഓരോ അഹമ്മദിയും ഓരോ പ്രവർത്തകരും ഈ സ്വാധീനം എപ്പോഴും നിലനിർത്താൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്, അതിനെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. ഒരു അനഹമ്മദി സുഹൃത്ത് മാഹിർ സാഹിബ് തന്റെ ഭാര്യയോടൊപ്പം സ്വന്തം ചെലവിൽ ജൽസയിൽ പങ്കെടുത്തു. പറയുന്നു, ഇവിടെ അതിഥികളെ ഏതു വിധത്തിലാണ് പരിഗണിക്കുന്നത്, ഏതൊരു സ്നേഹത്തോടു കൂടിയാണ് ആളുകൾ പെരുമാറുന്നത്. ഞാൻ സത്യത്തിൽ പറയുന്നു, ഇവർ ഞങ്ങളോട് ഭൂമിയിൽ നിലത്ത് കിടന്നുറങ്ങാൻ പറഞ്ഞാലും കഴിക്കാൻ വേണ്ടി ഉണങ്ങിയ റൊട്ടി നൽകിയാലും ഞങ്ങൾക്കൊരു പരാതിയും ഉണ്ടാവുകയില്ല. കാരണം എന്തൊരു സ്നേഹമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്, അതിന് ലോകത്ത് ഒരു വിധത്തിലുള്ള ഉദാഹരണവും ഇല്ല. ബോസ്നിയയിൽ നിന്നുള്ള മറ്റൊരു അതിഥി യഹാന സാഹിബ ജൽസയിൽ പങ്കെടുത്തു. നഴ്സ് ജോലി ചെയ്യുന്നവരാണ്. ജമാഅത്തുമായി ഇവർക്ക് ബന്ധമുണ്ട്. ഭർത്താവും മകനും ഒന്നിച്ച് ബോസ്നിയയിൽ ജമാഅത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ജമാഅത്തുമായി വളരെയധികം സഹകരിക്കുന്ന വ്യക്തിയാണ്. തന്റെ ഭർത്താവിനോടൊപ്പം മാതാപിതാക്കളോടൊപ്പം യാത്രയുടെ ചെലവുകൾ സ്വയം വഹിച്ചുകൊണ്ടാണ് ഇവിടെ വന്നത്. പറയുന്നു, ജൽസയുടെ എല്ലാ സംവിധാനവും വളരെ ഉന്നതമായ നിലയിലാണ് നടത്തിയിരിക്കുന്നത്. ഈ ആത്മാർത്ഥരായ പ്രവർത്തകരെ കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് സ്വയം ലജ്ജ തോന്നുമായിരുന്നു. ഈ ആളുകൾ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയധികം പ്രയാസം അനുഭവിക്കുന്നു. ജൽസയിൽ പങ്കെടുത്ത മറ്റൊരു അതിഥി അമീർ സാഹിബ്, അദ്ദേഹം ആദ്യമായിട്ടാണ് ജൽസയിൽ പങ്കെടുത്തത്. ജൽസയുടെ അന്തരീക്ഷം അദ്ദേഹത്തിൽ വലിയ പോസിറ്റീവായ സ്വാധീനമുണ്ടാക്കി. പറയുന്നു, ഞാൻ തിരിച്ചുപോയി ഈ സന്ദേശമാണ് നൽകുക. ജൽസ കണ്ടതിനു ശേഷം ഞാൻ എന്റെ ഹൃദയത്തിന്റെ അവസ്ഥ വിവരിക്കാൻ എനിക്ക് സാധ്യമല്ല. ഈ കാര്യങ്ങൾ കേവലം അനുഭവിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഓരോരുത്തരും തന്നെ ഈ സ്വർഗീയമായ സമൂഹത്തിൽ ഏതാനും ദിവസം കഴിച്ചുകൂടുക, അവർക്ക് യഥാർത്ഥ സ്വർഗത്തെക്കുറിച്ചുള്ള വിശ്വാസം ഉണ്ടാകുന്നതിന് വേണ്ടി. നമ്മളിൽ ആ ആളുകൾ ആരാണോ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരായിട്ടുള്ളത്, പരസ്പരം കലഹവും നീരസവും ഉണ്ടാക്കുന്നത്, അവര് ഇവരുടെ ഈ അഭിപ്രായവും അവലോകനവും കണ്ടുകൊണ്ട് അവർ ലജ്ജിക്കേണ്ടതാണ്. എപ്പോഴും എല്ലാവരോടും സ്നേഹത്തോടും അനുരക്തിയോടും കൂടി പെരുമാറേണ്ടതാണ്. ഈ വർഷം ബൾഗേറിയയിൽ നിന്നും 52 അംഗങ്ങൾ അടങ്ങിയ ഒരു സംഘം ജൽസയിൽ ജർമ്മനിയിൽ പങ്കെടുത്തു. അതിൽ 20 അഹമ്മദികളായിരുന്നു, 32 പേർ അനഹമ്മദികളായിരുന്നു. ബസ് മുഖേന ഏകദേശം 30 മണിക്കൂർ യാത്ര ചെയ്തുകൊണ്ടാണ് ജർമ്മനിയിലെത്തിയത്. ഇതിൽ ബിസിനസ്സുകാരുണ്ടായിരുന്നു, വക്കീൽമാർ ഉണ്ടായിരുന്നു, അധ്യാപകരുണ്ടായിരുന്നു, വിദ്യാർത്ഥികളുണ്ടായിരുന്നു, സാധാരണ ജീവിതം നയിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഒരു വനിത യസീനോവ പറയുന്നു, ഞാൻ ആദ്യമായിട്ടാണ് ജൽസയിൽ പങ്കെടുത്തത്. ബൾഗേറിയയിലെ അഹമ്മദികളിൽ നിന്ന് ഈ ജൽസയെക്കുറിച്ച് ഒരുപാട് കേട്ടിരുന്നു. അവിടെ ഒരുപാട് സമൂഹത്തിലെ ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്നു. എല്ലാവരും പരസ്പരം ബഹുമാനത്തോടു കൂടിയാണ് പെരുമാറിയിരുന്നത്. ഈ ജൽസയിൽ മനുഷ്യൻ തന്റെ ജീവിതം പരിവർത്തിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജൽസയിൽ വരിക. ഞാൻ ഇവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. 2 കാര്യങ്ങൾ തീർച്ചയായും പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, അള്ളാഹുവിനോടുള്ള സ്നേഹം ഇവിടെ പഠിപ്പിക്കുന്നു. മറ്റൊന്ന്, ആളുകൾ പരസ്പരമുള്ള സ്നേഹവും സ്വഭാവവും പഠിപ്പിക്കുന്നു. ബൾഗേറിയ എന്ന് പറയുന്ന രാജ്യം, അവിടെ ജമാഅത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും അവിടുത്തെ അനഹമ്മദി പണ്ഡിതന്മാർ അവരിൽ നിന്ന് എതിർപ്പ് അതിന്റെ പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. അത് കാരണം ഭരണകൂടവും അവരുടെ സ്വാധീനത്തിലാണുള്ളത്. ബൾഗേറിയയിലെ ജമാഅത്തിന് വേണ്ടിയും
അതുകൊണ്ട് ദുആ ചെയ്യുക. അള്ളാഹു അവിടുത്തെ അവസ്ഥകൾ മെച്ചപ്പെടുത്തുകയും ജമാഅത്തിന് വീണ്ടും അവിടെ രജിസ്ട്രേഷൻ ലഭിക്കുകയും നമുക്ക് തുറന്ന നിലയിൽ തബ്ലീഗ് ചെയ്യാനോ ജമാഅത്തിന്റെ സന്ദേശം എത്തിപ്പിക്കാനും അള്ളാഹു വീണ്ടും തൗഫീക്ക് നൽകുമാറാകട്ടെ. ബൾഗേറിയൻ സംഘത്തിലെ ഒരു അതിഥി ഫിഫ്കോ NF സാഹിബ് അവർ പറയുന്നു, ഞാൻ ആദ്യമായിട്ടാണ് ഈ അനുഗ്രഹീത ജൽസയിൽ പങ്കെടുത്തത്. വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ പ്രയാസമാണ്. ഇവിടെ ഞാൻ പഠിച്ചത് അഹമ്മദികൾ മാത്രമാണ് അത്തരത്തിലുള്ളത്. അവർ യഥാർത്ഥത്തിൽ സമാധാനം പഠിപ്പിക്കുന്നവരാണ്, ബഹുമാനിക്കുന്നവരാണ്, ലോകത്തിന് സ്വർഗം ആക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ തികച്ചും ജീവിതത്തിന്റെ പ്രകാശം ലഭിക്കുന്നു. അത്തരത്തിലുള്ള പ്രകാശം മനുഷ്യന് ജീവിതം പ്രദാനം ചെയ്യുന്നു. ഞാൻ എന്റെ മുഴുവൻ ജീവിതവും മുഴുവൻ ആളുകളോടും പറയും, യഥാർത്ഥ ഇസ്ലാം അഹമ്മദിയത്താണ്. അത് ലോകത്ത് സമാധാനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു. എനിക്ക് വേണ്ടി ദുആക്ക് അപേക്ഷിക്കുന്നു. വീണ്ടും പറയുന്നു, ഈ സംഘത്തിലെ മറ്റൊരു അതിഥി ഡിമോറോഫ് പറയുന്നു, എന്നോട് പറയുകയാണ്, താങ്കളുടെ പ്രസംഗം അതെന്നെ വളരെയധികം സ്വാധീനിച്ചു. മനുഷ്യരോട് സ്നേഹിക്കുന്നതിനെ കുറിച്ചുള്ള പരാമർശമായിരുന്നു. കുട്ടികൾ വെള്ളം കുടിപ്പിക്കുമ്പോൾ വളരെ സ്നേഹത്തോടുകൂടി സംസാരിക്കുമ്പോൾ എനിക്ക് വളരെ നല്ലതായി തോന്നുമായിരുന്നു. ഏതൊരു സമൂഹത്തിലെ കുട്ടികൾ ഈ വിധത്തിലാണോ ആ സമൂഹത്തിന്റെ ഭാവി വളരെ സുന്ദരമാണ്. മറ്റൊരു ക്രിസ്തീയ വനിത നിസാ സാഹിബ, അവര് സൈക്കോളജിയുടെ ലെക്ചറാണ്, പറയുകയാണ്, ഞാൻ ആദ്യമായിട്ടാണ് ജൽസയിൽ പങ്കെടുത്തത്. ജൽസ ഒരു മുഅ്ജിസത്താണ്. ഇവിടെ സ്നേഹം, സമാധാനം, ബഹുമാനം മാത്രമാണ് ലഭിക്കുന്നത്. ഞാനൊരു കലഹവും എവിടെയും കണ്ടില്ല. എല്ലാവരും പരസ്പരം സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുഞ്ചിരിച്ചുകൊണ്ടാണ് കണ്ടുമുട്ടിയിരുന്നത്. ഞാൻ ഭക്ഷണമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് പ്രത്യേകമായ നിലയിൽ ഭക്ഷണം നൽകിക്കൊണ്ടിരുന്നു. എനിക്ക് ഒരുപാട് മരുന്നുകൾ നൽകിയുണ്ടായി. ആരും VIP ഉണ്ടായിരുന്നു. എല്ലാവരും തുല്യരായിരുന്നു. പിന്നീട് ജുമാ ഖുത്ബ എന്നെ വളരെയധികം സ്വാധീനിച്ചു. മനുഷ്യരോടുള്ള സ്നേഹം, ന്യൂനതകൾ മറച്ചുവെക്കുക, പരസ്പരം സഹായിക്കുക, മറ്റുള്ളവരുടെ തെറ്റുകൾ, പരസ്പരമുള്ള തെറ്റുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ പറയാതിരിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ അധ്യാപനം താങ്കൾ വിവരിച്ചത് ഇന്ന് മുഴുവൻ ലോകവും താങ്കളുടെ ശബ്ദം കേട്ടിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചു, ഏതൊരു ലോകമാണോ നേർമാർഗത്തിൽ വരാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് ഈ വാക്കുകൾ കേൾക്കേണ്ടതായി വരും, താങ്കളുടെ അധ്യാപനങ്ങൾ സ്വീകരിക്കേണ്ടതായി വരും. ഗിനി ബസാവിൽ നിന്ന് ബന്ധമുള്ള ഒരു യുവാവ് അബൂബക്കർ സാഹിബ് പോർച്ചുഗലിൽ പബ്ലിക് സെക്യൂരിറ്റിയിൽ അദ്ദേഹം മാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയുന്നു, സെക്യൂരിറ്റിയുടെ സംവിധാനം ഞാൻ ജൽസയുടെ അവസരത്തിൽ കാണുകയുണ്ടായി. അത് വളരെ ഉന്നതമായ നിലയിലുള്ളതായിരുന്നു. 40,000 ആളുകളെ നോക്കുക എന്നുള്ളത് പോലീസിനെ കൂടാതെ എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായ കാര്യമാണ്. ഇത്ര വലിയ ജനക്കൂട്ടത്തെ നോക്കുക എന്നുള്ളത് ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ച് പോലും ബുദ്ധിമുട്ടുള്ളതാണ്. കലാപവും ലഹളയും ഉണ്ടാകും. ഇവിടെ ജൽസയിൽ എനിക്ക് അത്തരത്തിലുള്ള ഒന്നും കാണാൻ സാധിച്ചില്ല. ഇവിടെ ഒരു കലഹവും ഉള്ളതായി കാണാൻ സാധിച്ചില്ല. എല്ലാ ആളുകളും തന്നെ സ്നേഹത്തോടും സഹോദര്യത്തിലും മുങ്ങിയതായിട്ടാണ് കാണാൻ സാധിച്ചത്. ഈ കാര്യം എന്റെ ഹൃദയത്തെ വളരെയധികം സ്വാധീനിച്ചു. വീണ്ടും പറയുന്നു, ഒരു മെസഡോണിയ മറ്റൊരു രാജ്യമാണ്. ഇവിടെ 65 ആളുകൾ ജൽസയിൽ പങ്കെടുത്തു. ഇതിൽ വലിയ വിഭാഗം മെസഡോണിയയിൽ നിന്ന് ജർമ്മനി വരെ 2000 കിലോമീറ്റർ ബസ്സിൽ 48 മണിക്കൂർ യാത്ര ചെയ്തുകൊണ്ടാണ് ഇവരെത്തിയത്. ഇതിൽ 4 വിവിധ ടെലിവിഷന്റെ ജേർണലിസ്റ്റുകൾ ഉണ്ടായിരുന്നു. പ്രാദേശിക ടെലിവിഷന്റെ ജേർണലിസ്റ്റുകൾ ഉണ്ടായിരുന്നു. പത്രപ്രവർത്തകരുണ്ടായിരുന്നു. ജേർണലിസ്റ്റുകൾ ജൽസ റെക്കോർഡ് ചെയ്യുകയും വിവിധ ആളുകളിൽ നിന്ന് ഇന്റർവ്യൂ എടുക്കുകയും ചെയ്തു. 28 ഇവർക്ക് ഞാനുമായി മുലാഖാത്തും ഉണ്ടായിരുന്നു. ഇവർ പറയുന്നു, ഞങ്ങൾ നടത്തിയ ഈ റെക്കോർഡിംഗ്, ഈ മുലാഖാത്തും മറ്റും ഇതിന്റെയൊക്കെ ഡോക്യുമെന്ററി ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. അത് തയ്യാറാക്കി കാണിക്കുന്നതായിരിക്കും. ഇതിൽ 32 ക്രിസ്തീയ സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ ഒരാൾ അവസാന ദിവസം ബൈഅത്തും ചെയ്തിരുന്നു. മെസഡോണിയയുടെ നഗരം പെഡോവോയിൽ നിന്ന് വന്ന അതിഥി ബെല്ലാഗിസ്ത
ജംചസ്ക ജോലി വക്കീലാണ്, പറയുന്നു, ഞാൻ ഈ ജൽസയിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. എല്ലാ സംവിധാനവും ഉന്നതമാണ്, ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പറയുന്നു, ഈ ജൽസ എന്നെ വളരെയധികം സ്വാധീനിച്ചു, ഈ പ്രസംഗം എന്നെ വളരെയധികം സ്വാധീനിച്ചു. ഇതിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് ഇസ്ലാം യഥാർത്ഥത്തിൽ സമാധാനത്തിന് മതമാണ്. ഇസ്ലാം ജീവിതത്തിന്റെ വളരെ സുപ്രധാനമായ കാര്യങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എങ്ങനെയാണ് ഒരു ആരോഗ്യമുള്ള സമൂഹത്തെ സ്ഥാപിക്കാൻ സാധിക്കുക. ഇസ്ലാം എപ്പോഴും പഠിപ്പിക്കുന്നത് നന്മയായിരിക്കും ജയിക്കുക, തിന്മ പരാജയപ്പെടും. പറയുന്നു, ഏതായിരുന്നാലും ഈ അധ്യാപനമാണ്. ഇതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ലോകം യുദ്ധമില്ലാതെ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും കളിത്തൊട്ടിലായി മാറും. ഇവർ പറയുന്നു, താങ്കൾ സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ച് പറഞ്ഞത് അതിൽ ഞാൻ മനസ്സിലാക്കുന്നു വളരെ നല്ല അധ്യാപനമാണെന്ന്. കുട്ടികളുടെ തർബീയത്തും ശിക്ഷണവും അധ്യാപനത്തിന്റെയും കാര്യത്തിൽ മാതാക്കളുടെ ഉത്തരവാദിത്വം. ഇവര് തന്റെ വാക്കുകളിൽ ഈ പ്രസംഗത്തെ സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ച് ഇപ്രകാരം പറയുകയുണ്ടായി. ഞാൻ ചുരുങ്ങിയ നിലയിൽ പറയുന്നു, താങ്കൾ പറഞ്ഞത് ഇതാണ്, സ്ത്രീകൾ പക്ഷിക്കൂട് നോക്കുന്നതും പുരുഷൻ ഭർത്താവ് അത് സംരക്ഷിക്കുകയും ചെയ്യുന്ന ആളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഭർത്താവ് കുടുംബത്തിന്റെ തലയാണെന്നും ഭാര്യ അതിന്റെ കഴുത്താണെന്നും ആണ്. അത് രണ്ടും ഒന്നില്ലാതെ നിലനിൽക്കാൻ സാധ്യമല്ല. എന്നെ വളരെയധികം ഇത് സ്വാധീനിക്കുകയുണ്ടായി. എല്ലായിടത്തും ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഈ നിമിഷം നഷ്ടപ്പെടാൻ ആഗ്രഹിച്ചിരുന്നില്ല. അഹമ്മദിയ ജമാഅത്തിന് ഇമാം പോകുന്ന വഴികളിലേക്കാണ് എല്ലാവരും പോയിരുന്നത്. ജൽസ നടക്കുമ്പോൾ പുറത്തൊന്നും ആരെയും കാണാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ ജർമ്മനിക്കാർ ഇതിൽ സന്തോഷിക്കാൻ പാടില്ല. അള്ളാഹു ന്യൂനതകൾ മറച്ചു വെച്ചിരിക്കുകയാണ്. എന്നാൽ ശുഭ തർബിയത്ത് ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഒരു മരുഭൂമി ആയിരിക്കേണ്ടതാണ്. ഇവർ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ മരുഭൂമി ആയിരിക്കേണ്ടതാണ്. MTA കാരും അവരെ കാണിക്കുകയുണ്ടായി. ഇത് നല്ല കാര്യമാണ്, യാഥാർത്ഥ്യം കാണിച്ചു കൊടുത്തു എന്നുള്ളത്. എന്നാൽ ജൽസയുടെ പരിപാടികൾ നടക്കുമ്പോൾ ജൽസയിലേക്കാണ് കൂടുതൽ ഫോക്കസ് വേണ്ടത്. MTA കാരണം ഒരുപാട് ആളുകൾക്ക് അറിയാൻ സാധിച്ചു എന്ത് കുറവുകളാണ് ഉണ്ടായിരുന്നത് എന്ന്. പറയുന്നു, ഞാൻ ജൽസയുടെ ഇടയിൽ എന്റെ ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവ് കൂടുതൽ വർദ്ധിപ്പിച്ചു. ഒരുപക്ഷെ വാക്കുകൾ മാറിപ്പോകാം, എന്നാൽ ഇസ്ലാമിനെ കുറിച്ചുള്ള ചിത്രം എന്റെ മുന്നിലുള്ളത് അത് എപ്പോഴും നിലനിൽക്കുന്നതായിരിക്കും. മെസഡോണിയയിൽ നിന്ന് വന്ന ഒരു വനിതയായ അതിഥി പറയുന്നു, ഇവർ ടിവിയുടെ ജേർണലിസ്റ്റാണ്. ജൽസ എന്നെ പുതിയ ദിശയിലേക്ക് മാർഗദർശനം നൽകി. ഒരു സമയമുണ്ടായിരുന്നു ഇസ്ലാം എന്ന് പറയുന്ന വാക്ക് എനിക്ക് ഹറാമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് പുതിയ പരിചയമുണ്ടായിരിക്കുന്നു. ഞാനൊരു പത്രപ്രവർത്തക എന്ന നിലയിൽ പുതിയ അനുഭവത്തിൽ താങ്കൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അനുഭവം ഞാൻ എന്നോടൊപ്പം മെസഡോണിയയിലേക്ക് കൊണ്ടുപോവുകയാണ്. പിന്നീട് എന്നോട് മുലാഖാത്തുണ്ടായിരുന്നു, പറഞ്ഞു വളരെ പോസിറ്റീവായ സ്വാധീനമുണ്ടായി. വീണ്ടും പറയുന്നു, ഇസ്ലാമിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ താങ്കളുടെ കാര്യം ശരിയാണ്, വിശുദ്ധ ഖുർആനിൽ നിന്ന് നേരിട്ട് പഠിക്കേണ്ടതാണ്. യഥാർത്ഥ ഇസ്ലാം ഇത്തരത്തിലുള്ള റാഡിക്കൽ ഇസ്ലാമുമായി കൂട്ടിച്ചേർത്ത് പറയാൻ പാടില്ല. ഇന്ന് ചിലരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള പ്രകടനം ഉണ്ടാകുന്നു. പറയുന്നു, അവസാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിന്റെ എല്ലാ മറുപടിയിലും തൃപ്തയാണ്. താങ്കൾ എന്നെ പുതിയ ദിശയിലേക്ക് മാർഗദർശനം നൽകി, പുതിയ സംഘത്തിലേക്ക് മാർഗദർശനം നൽകി. ഞാൻ ഇപ്പോൾ ഇസ്ലാമിന്റെ യഥാർത്ഥ ചിത്രം കാണുകയുണ്ടായി. മെസഡോണിയ ടിവിയിലെ പത്രപ്രവർത്തകൻ സാരി ലിസ്റ്റസ് സാഹിബ് പറയുന്നു, ഇത്തരത്തിലുള്ള സമ്മേളനത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. എല്ലാ കാര്യവും എന്നെ സംബന്ധിച്ചും പുതുതായിട്ടുള്ളതായിരുന്നു. മുസ്ലിങ്ങളെ കുറിച്ച് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ജൽസയിൽ പ്രവർത്തിക്കുന്നവര് ക്ഷീണിക്കുന്നതായി കണ്ടില്ല. പ്രവർത്തകരുടെ ഈ അവസ്ഥ വളരെ അത്ഭുതകരമായിരുന്നു. ഇവർ ക്ഷീണമുള്ളവരായി
കാണുമായിരുന്നില്ല. ഈ അനുഭവം എന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഇത്രയധികം ആളുകൾ ഒരു സ്ഥലത്ത്, എല്ലാവരും അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, ആർക്കും ഒരു പ്രശ്നവും ഇല്ല. ഈ കാര്യത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഇവരുടെ കൂട്ടത്തിലാണ് ഉണ്ടായിരുന്നത്. അവരിൽ ചിലർ എന്റെ സുഹൃത്തുക്കളാകും. സുഹൃത്തുക്കൾ ഒരു ധനമാണ്. ജൽസക്ക് ശേഷം ഞാൻ ഏറ്റവും വലിയ സമ്പന്നനായി മനസ്സിലാക്കുന്നു. മെസഡോണിയയിൽ നിന്ന് വന്ന മറ്റൊരു അതിഥി ടിവിയുടെ ജേർണലിസ്റ്റ് ആണ്. പറയുന്നു, ഡെലോണ ഒലോസ്ക, ഈ ജൽസ പത്രപ്രവർത്തക എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ അനുഭവമായിരുന്നു. പത്രപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യം, പുതിയ സംഭവം പ്രധാനപ്പെട്ടതാണ്. ഞാൻ വളരെയധികം സൗഭാഗ്യവതിയായി മനസ്സിലാക്കുന്നു. ഈ ജൽസയിൽ പങ്കെടുത്തു. ജൽസയുടെ മുഴുവൻ സംവിധാനവും എന്നിൽ പ്രത്യേകമായ സ്വാധീനമുണ്ടാക്കി. ഈ ജൽസയിൽ നിന്ന് ഞാൻ ഇസ്ലാമിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഞാൻ ഇവരുടെ ഇന്റർവ്യൂ എടുത്തു, ആരാണ് ഇസ്ലാം സ്വീകരിച്ചത്. ഞാൻ മെസഡോണിയയിൽ തിരിച്ചു പോകുമ്പോൾ ഈ എല്ലാ റെക്കോർഡിങ്ങളിൽ നിന്നും ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കി ഈ സന്ദേശം മെസഡോണിയൻ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ലത്വേൻവിയയിൽ നിന്ന് ബന്ധപ്പെട്ട ഒരു അതിഥി പറയുന്നു, അഗോസ്റ്റി സാഹിബ്, എനിക്ക് ഞാൻ എന്റെ വീട്ടിലുള്ളതുപോലെ തോന്നി. നിങ്ങളുടെ ജമാഅത്ത് ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ചെറിയ സമയത്തേക്ക് വേണ്ടി ഇവിടെ ഒരുമിച്ചുകൂടി. എല്ലാ സ്ഥലത്തും സാഹോദര്യത്തിന് ദൃശ്യം കാണാൻ സാധിക്കുമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വിസ്മയകരമായ കാര്യമായിരുന്നു. ഇതൊരു പുതിയ ലോകമാണ്. ഞാൻ ഈ കാര്യത്തിൽ വളരെ സന്തോഷത്തിലാണ്. എനിക്ക് വിവിധ സംസ്കാരവും സമൂഹവും മതവുമായി തിരിച്ചറിയാനും ഭക്ഷണത്തിന്റെ രീതിയുമായി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിച്ചു. നിങ്ങൾക്ക് അഹമ്മദികളാണ് എന്ന കാര്യത്തിൽ ഓരോ ദിവസവും ഒരു പുതിയ ലക്ഷ്യമുണ്ട്. പ്രയാസങ്ങൾ നേരിടുക, അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് ശ്ലാഘനീയമായ കാര്യമാണ്. നിങ്ങളുടെ ചിന്ത തികച്ചും ശരിയാണ്. അതിൽ ഏകത്വം ഉണ്ട്. ലത്വീൻവയിൽ നിന്ന് വന്ന മറ്റൊരു അതിഥി പറയുന്നു, ജമാഅത്തിനെ ഇത്ര അടുത്തുനിന്ന് കാണുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായിട്ടുള്ളതാണ്. ഇതിനു മുമ്പ് എനിക്ക് മുസ്ലിങ്ങളെ കുറിച്ചൊന്നും അറിയുമായിരുന്നില്ല. ഈ ജൽസയിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. ഒരു മനുഷ്യൻ എന്ന നിലയിൽ ജീവിതം കഴിച്ചുകൂട്ടാൻ ഈ അധ്യാപനങ്ങൾ ഒരു നല്ല മനുഷ്യനാകാൻ എന്നെ സഹായിക്കും. അന്യർക്കും ഒരു പരിവർത്തനം ഇതിൽ പങ്കെടുക്കുമ്പോൾ ഉള്ളതായി തോന്നുന്നു. നാം ആർക്കു വേണ്ടിയാണ് ജൽസ സംഘടിപ്പിക്കുന്നത്? തങ്ങൾ പരിശ്രമിച്ചുകൊണ്ട് തങ്ങളിൽ പരിവർത്തനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. പറയുന്നു, എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമാണ് അതിഥിയെന്ന്. എല്ലാവരും എന്റെ സുഖത്തിനു വേണ്ടിയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിന് ഞാൻ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. ലത്തീൻവയിൽ നിന്ന് വന്ന മറ്റൊരു അതിഥി മിസ്സിസ് എൻഗ്രീദ പറയുന്നു, ഈ പരിപാടിയിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഇത്രയും വലിയ എണ്ണത്തിൽ ആളുകൾ പങ്കെടുത്തത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായിരുന്നു. ഞാൻ ഇവിടെ ഒരുപാട് മതത്തിലെയും സംസ്കാരത്തിലും ആളുകൾ ഒരുമിച്ചിരുന്നു. എല്ലാവരും പരസ്പരം സഹകരിക്കുന്നവരായിരുന്നു. മറ്റൊന്ന്, ഈ പരിപാടിയുടെ സംവിധാനം, മനോഹരമായ സംവിധാനം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. പ്രസംഗങ്ങൾ കേട്ടുകൊണ്ട് കാലത്തിന്റെ ഖലീഫയുമായി മുലാഖാത്ത് നടത്തിയതിനു ശേഷം ജമാഅത്തിനെ കുറിച്ച് അറിയാനുള്ള എന്റെ ത്വര വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. ഞാൻ ഇനി നിങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നതായിരിക്കും. അഹമ്മദിയ ജമാഅത്തിന്റെ പ്രസംഗത്തിൽ നിന്ന് ഈ കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അത് ബുദ്ധിയുമായി യോജിക്കുന്നതാണ്. എന്റെ ഈ അനുഭവം വളരെ നല്ലതായിരുന്നു. ഞാൻ ഈ അടുത്ത വർഷത്തെ ജൽസയെ പ്രതീക്ഷിക്കുന്നതാണ്. എന്നാൽ അവർ ജർമ്മനിക്കാർക്ക് നൽകിയിരിക്കുന്ന ഒരു അഭിപ്രായം ഇവിടെ പറയുന്നു, ഇവിടെ ഇടവേളയിൽ വിവിധ പരിപാടികളും എക്സിബിഷനുകളും നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് കൂടുതലായി അറിവ് നൽകിക്കൊണ്ട് അത് മെച്ചപ്പെടുത്താവുന്നതാണ്, ആളുകൾക്ക് കൂടുതൽ അതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിനു വേണ്ടി. അതുപോലെ തന്നെ കൊസോവോയിൽ നിന്നും 18 അംഗങ്ങൾ ഉള്ള സംഘം വന്നിരുന്നു. അതിൽ ഒരു അനഹമ്മദിയും ബാക്കി 17 അഹമ്മദികളും ആയിരുന്നു. ആസ്റ്റോണിയയിൽ നിന്ന് ഒരു അതിഥി ലോറ സാഹിബ പറയുന്നു, ഞാൻ ജൽസ സാലനയുടെ സംഘാടനത്തിൽ
വളരെയധികം സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു. സംഘാടകർ എല്ലാ അവസ്ഥകളും നേരിടുന്നതിന് മുമ്പ് തന്നെ എല്ലാം ചിന്തിച്ചു വെച്ചിരുന്നു എന്നാണ് തോന്നുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കും ആവശ്യങ്ങൾക്കുമുള്ള പരിഹാരം ഉണ്ടായിരുന്നു. ഒരു അതിഥി എന്ന നിലയിൽ എന്നെ സഹായിക്കുകയും എല്ലാ വിധത്തിൽ പരിഗണിക്കുകയും ചെയ്തു. ഞാൻ ജൽസ സാലാനയുടെ പൊതുവിലുള്ള അന്തരീക്ഷം വളരെ ഉന്നതമായ നിലയിലാണ് കണ്ടത്. ജൽസയിൽ പങ്കെടുക്കുന്നവർ സമാധാനകാംക്ഷികളും സഹായിക്കുന്നവരും സ്നേഹമുള്ളവരുമായിരുന്നു. എനിക്ക് ഈ കാര്യത്തിന് വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് ഒരുപാട് നല്ല ആളുകളെ കാണാൻ സാധിച്ചു. അവർ ജമാഅത്തിനെ കുറിച്ച് വളരെ തങ്ങളുടെ വികാരം വളരെ ആവേശത്തോടു കൂടി എനിക്ക് പറഞ്ഞു തന്നിരുന്നു. ഞാൻ ജൽസയുടെ പ്രസംഗങ്ങൾ കേട്ടു. പ്രത്യേകിച്ച് അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിന്റെ പ്രസംഗം വളരെയധികം ആസ്വദിച്ചു. അത് സമകാലിക അവസ്ഥകളെ കുറിച്ചുള്ളതായിരുന്നു. ഈ പ്രസംഗത്തിലെ സന്ദേശം വളരെ അധികം വ്യക്തമായിരുന്നു. ഒരു പുതിയ ചിന്തയും പുതിയ ഗ്രാഹ്യവും ഉണ്ടായിരുന്നു. അത് ഞാൻ കൂടെ എന്നോടൊപ്പം കൊണ്ടുപോവുകയാണ്. അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിന്റെ പ്രസംഗം സമാപന പ്രസംഗം ചിന്തിക്കാൻ നിർബന്ധിതമാക്കുന്നു. അതിന്റെ സ്വാധീനം എന്നിൽ വളരെയധികമുണ്ട്. അത് ഹൃദയത്തെ ആകർഷിക്കുന്ന അനുഭവമായിരുന്നു. അൽബാനിയയിൽ നിന്ന് 48 അംഗങ്ങളുള്ള സംഘം പങ്കെടുത്തു. അതിൽ 19 അഹമ്മദികളായിരുന്നു. 29 പേർ അനഹമ്മദികളായിരുന്നു. അൽബാനിയക്കാരായ അനഹമ്മദികളായിരുന്നു. 47 മണിക്കൂർ നേരത്തെ യാത്ര ചെയ്തുകൊണ്ടാണ് ഇവർ എത്തിയത്. ഇവരിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് 2 പ്രതിനിധികൾ ഉണ്ടായിരുന്നു. അതിൽ ഒരാൾ ചെയർമാൻ ഓഫ് സ്റ്റേറ്റ് കമ്മിറ്റി ഓൺ കേസ് ആയിരുന്നു. ഇതുപോലെ തന്നെ ഹംഗറിയിൽ നിന്ന് 20 അംഗങ്ങളുള്ള ഒരു സംഘം പങ്കെടുത്തു. 11 അഹമ്മദികളായിരുന്നു. ബാക്കി 9 പേർ മറ്റതിഥികളായിരുന്നു. ഒരതിഥി ആഗാ യാസ് മാൻ സാഹിബ് പറയുന്നു, ഇവരുടെ സ്വദേശം അർമേനിയ ആണ്. ഹംഗറിയിൽ തന്റെ നഗരത്തിൽ പ്രത്യേക സ്വീകാര്യതയുള്ള വ്യക്തിത്വമാണ്. ഹംഗറിയിൽ ഉള്ള അർമേനിയൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ വക്താവാണ്. ഒരു അമേരിക്കൻ മുബല്ലിഗ് പറയുന്നു, ഒരു ദിവസം ജൽസയുടെ സമാപനത്തിൽ സ്വയം ഇവർ പറയാൻ തുടങ്ങി, ഇത്രയധികം മുസ്ലിങ്ങളായ പുരുഷന്മാരുടെ ഇടയിൽ എനിക്ക് ഭയമായിരുന്നു. എന്നാൽ ഇവിടെയുള്ള എല്ലാവരും സംസ്കാരമുള്ളവരും നിയമങ്ങൾ അനുസരിക്കുന്നവരും സൗഹൃദമുള്ളവരും ആണ്. മീഡിയ പറയുന്നത് അഭ്യർത്ഥികളായ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ സംസ്കാരമില്ലാത്തവരും സ്ത്രീകളോട് മോശമായി പെരുമാറുന്നവരുമാണ്. ഇവർ ഇവിടെ വന്ന് നോക്കേണ്ടതാണ് മുസ്ലിങ്ങൾ എത്രമാത്രം സംസ്കാര സമ്പന്നരാണ് എന്ന് പറയുന്നു. ഒരു ചെറിയ കുട്ടി എന്റെ അടുത്ത് വന്നു. അവൻ എന്നോട് ചോദിച്ചില്ല താങ്കൾ ആരാണ് എന്ന്, മറിച്ച് എവിടെ നിന്ന് വന്നു എന്ന്. മറിച്ച് വളരെ സ്നേഹത്തോടു കൂടി എനിക്ക് മുമ്പിൽ വെള്ളത്തിന് ഗ്ലാസ് നൽകി. ഞാൻ വെള്ളം കുടിച്ചപ്പോൾ പിന്നിൽ നിന്ന് മറ്റൊരു കുട്ടി വന്നു, കാലിയായ ഗ്ലാസ് എന്നിൽ നിന്ന് വാങ്ങി. ഇവിടെ വലിയവരും കുട്ടികളും എല്ലാവരും തന്നെ സ്നേഹത്തിന്റെ അംബാസിഡർമാരാണ്. ഹാജർ നില ഇവർക്ക് പറഞ്ഞുകൊടുത്തപ്പോൾ ക്രിസ്ത്യാനികൾക്ക് ഇതിന്റെ 10 ഇരട്ടി ഇതിൽ പങ്കെടുക്കേണ്ടതാണ്. എങ്ങനെയാണ് സംസ്കാരമുള്ള ഒരു സമൂഹത്തിൽ പരസ്പരം ബഹുമാനിക്കുക എന്നിവർ പഠിക്കേണ്ടതാണ്. ഹംഗറിയിൽ നിന്നുള്ള ഒരു അതിഥി ബീബർ തോമസ് സാഹിബ് തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, മതപരമായ അന്തരീക്ഷം, സമാധാനം, സാഹോദര്യം, മനുഷ്യത്വം ഇവിടെ കാണാൻ സാധിച്ചത്, ഇതിൽ നിന്ന് പ്രയോജനമെടുക്കാൻ അവസരം ലഭിച്ചത് ലോകത്ത് മറ്റെവിടെയും സാധിച്ചില്ല. അതുപോലെ ലോകത്ത് മറ്റൊരിടത്തും സാധ്യമല്ല. ഞാൻ അമേരിക്കയിലും ഒരു ദീർഘകാലം പാതിരിയായി ജോലി ചെയ്തിട്ടുണ്ട്. ലോകം ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ അന്തരീക്ഷം ഞാൻ എവിടെയും ഇതുവരെയും കണ്ടിട്ടില്ല. അഹമ്മദികൾ വളരെ ഭാഗ്യവാന്മാരാണ്. അവരുടെ പക്കൽ ഒരു നേതാവുണ്ട്. അദ്ദേഹം അഹമ്മദികളെ സ്നേഹിക്കുന്നു. ഓരോ നിമിഷവും അഹമ്മദികൾക്ക് മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ ജൽസയിൽ പങ്കെടുത്ത് ഞാൻ എന്റെ വിശ്വാസം ബലമുള്ളതായി അനുഭവിക്കുന്നു. പറയുന്നു, നിങ്ങളുടെ ജമാഅത്ത് ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ക്രിസ്ത്യാനികൾ ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ചർച്ചുകൾ കാലിയായിക്കൊണ്ടിരിക്കുന്നു. അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിനോട് ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇതാണ് പറഞ്ഞത്, ഭൗതികത വർദ്ധിക്കുകയും ആത്മീയത കുറഞ്ഞുകൊണ്ടിരിക്കുകയുമാണ്. ഇത് കാരണമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. പറയുന്നു, നമുക്ക് ആളുകളോട് പറയേണ്ടതായിട്ട് വരും, നമുക്കൊരു നാഥനുണ്ട് എന്ന്. അവനെ വിശ്വസിക്കുന്നതിലൂടെ മാത്രമേ ലോകത്ത് സമാധാനം സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ വാക്കുകൾ അദ്ദേഹം കോട്ട് ചെയ്തതാണ്. ഒരു സിറിയൻ സുഹൃത്ത് അക്രം സുലൈമാനി സാഹിബ് പറയുന്നു, എനിക്ക് ഏകദേശം 1 മാസം മുമ്പാണ് ജമാഅത്തിനെ പരിചയപ്പെടാൻ സാധിച്ചത്. ഞാൻ അഹമ്മദികളുടെ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു. അവിടെ ഞാൻ ആദ്യമായി അഹമ്മദിയ ജമാഅത്തിനെ കുറിച്ച് കേട്ടു. പിന്നീട് ഞാൻ എന്റെ കുടുംബത്തോടൊപ്പം ജൽസയിൽ വന്നു. ആളുകൾ
നല്ല ആതിഥേയരായിരുന്നു. ജമാഅത്തിന്റെ വിശ്വാസത്തെക്കുറിച്ച് വളരെ സ്നേഹത്തോടുകൂടി അനുകമ്പയോടുകൂടി സംസാരിക്കുമായിരുന്നു. ജൽസയിൽ ഞാൻ മോചിതത്തായി കാണുന്ന ഒന്ന് ഇതാണ്: ഇത്രയധികം എണ്ണത്തിൽ ആളുകൾ ഉണ്ടായിട്ടും 3 ദിവസത്തിൽ ഒരിക്കൽ പോലും പരസ്പരം കലഹം ഉണ്ടായില്ല. ഏതുവരെ എന്നാൽ ഹജ്ജിൽ പോലും ചിലപ്പോൾ ആളുകൾ പരസ്പരം കലഹിക്കുന്നു. എന്നാൽ ഞാൻ ഇവിടെ ആരെയും തന്നെ ആളുകൾക്ക് എതിരിൽ ഉയർന്ന ശബ്ദത്തിൽ പോലും സംസാരിക്കുന്നതായി കണ്ടില്ല. മറ്റൊരു കാര്യം കൂടി, അതിനെയും ഞാൻ ഒരു മോചിതത്തായിട്ടാണ് കാണുന്നത്. അഹമ്മദി അതിഥികൾ സ്ത്രീകളുടെ നേരെ സാഹോദര്യത്തിന്റെയും ബഹുമാനത്തിന്റെയും ദൃഷ്ടി കൊണ്ടാണ് നോക്കുന്നത്. ഇതുവരെ എന്നാൽ എന്റെ ഭാര്യയും പറഞ്ഞു, ഇവിടെ ഒരാൾ പോലും ദുർനോട്ടം നടത്തുന്നതായി എനിക്ക് കാണാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ ഒസാമ അബു മുഹമ്മദ് അൽബി പറയുന്നു, ഈ ജൽസയിൽ ഇത്രയധികം ഹാജർ നില ഉണ്ടായിട്ടും സംഘാടനം വളരെ ഉന്നതമായിരുന്നു. സമാധാനത്തിനു വേണ്ടിയുള്ള എല്ലാ സംവിധാനവും നടപ്പിൽ വരുത്തിയിരുന്നു. ഇത്രയധികം എണ്ണത്തിലായിരുന്നിട്ടും പ്രവർത്തകരുടെ സേവനം മാതൃകാപരമായിരുന്നു. അഹമ്മദി സഹോദരന്മാർ അതിസൽക്കാരത്തിലും താമസത്തിലും വളരെ മനോഹരമായ രീതിയിൽ ഞങ്ങളെ സേവിച്ചു. ഈ കാര്യം വളരെ വ്യക്തമാണ്. അവരുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ആ സാമ്യം കാണാൻ സാധിച്ചു. അത് ഒരുപാട് മുസ്ലിം വിഭാഗങ്ങളിൽ ഇല്ലാത്തതാണ്. ഞാൻ അഹമ്മദി അല്ല എന്നിരുന്നെങ്കിലും നിങ്ങളുടെ എല്ലാ പ്രവർത്തനത്തെയും പ്രശംസിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. ഒരു സിറിയൻ സഹോദരൻ മഹ്മൂദ് സാഹിബ് ഇപ്പോൾ പോളണ്ടിലാണ്. പറയുന്നു, അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിന്റെ പ്രസംഗം എന്റെ ഹൃദയത്തെ സന്തോഷം കൊണ്ട് നിറച്ചു. ഒരു ഒറ്റ പ്രസംഗത്തിൽ താങ്കൾ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം പറഞ്ഞു തന്നു. വിവിധ രാജ്യങ്ങളിൽ പറഞ്ഞു. അദ്ദേഹം വിവിധ രാജ്യങ്ങളുടെ ഇടയിൽ എങ്ങനെ സമാധാനം സ്ഥാപിക്കാം എന്നതിനെ കുറിച്ച് പറഞ്ഞു തന്നു. ഇസ്ലാമിക അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ നിന്നുള്ള പരിഹാരം പറഞ്ഞു തന്നു. അതുമുതൽ ഞാൻ ഒരു മുസ്ലിം ആയതിൽ അഭിമാനം തോന്നുന്നു. മറ്റൊരു അതിഥി ബോലിക്കൽ സാഹിബ് പറയുന്നു, അഹമ്മദിയ ജമാഅത്തിന്റെ നേതാവ് പരസ്പരം മനസ്സിലാക്കുന്നതിനെ കുറിച്ചും പരസ്പരം ചർച്ച ചെയ്യുന്നതിനെ കുറിച്ചും സംസാരിച്ചു. ഈ കാര്യമാണ് ഇന്ന് ലോകത്തിന് ആവശ്യമായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ന് ലോകത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ എന്നെ നിർബന്ധിതനാക്കി. വിശുദ്ധ ഖുർആന്റെ ഉദ്ധരണിയുടെ വെളിച്ചത്തിൽ ഈ കാര്യം വ്യക്തമാക്കി. ഇസ്ലാം ഒരിക്കലും തീവ്രവാദത്തിന്റെ മതം അല്ല. പറഞ്ഞു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ശത്രുക്കൾക്ക് പോലും മാപ്പ് നൽകിയ മനുഷ്യനായിരുന്നു. പറയുന്നു, ഖലീഫയുടെ പ്രസംഗം കേട്ടതിനു ശേഷം എനിക്ക് ആദ്യമായി യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലായി. ഇസ്ലാം സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മതമാണ്. ഇസ്ലാം ഒരിക്കലും തന്നെ മീഡിയ കാണിച്ചു തരുന്നത് പോലെയല്ല. ജർമ്മനിയിൽ കഴിഞ്ഞ 2-3 വർഷമായി ബൈഅത്ത് പരിപാടി നടക്കുന്നു. ജൽസയുടെ അവസരത്തിൽ 11 രാജ്യങ്ങളിൽ നിന്നുള്ള 33 പേർക്ക് ബൈഅത്ത് ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. ജൽസയിലെ ദിവസങ്ങളിൽ പങ്കെടുത്ത് ഇതിൽ അൽബാനിയ, ഗാംബിയ, ഘാന, ജർമ്മനി, ഇറാഖ്, യമൻ, മറാക്കഷ്, സ്പെയിൻ, സിറിയ, ലഥാൻവിയ മുതലായവയാണ്. റഫീഖ് അബ്ദുൽ ജലീൽ സാഹിബ അസ്റ്റോണിയയിൽ നിന്നാണ് പങ്കെടുത്തത്. അവർക്ക് ബയ്യത്തിനുള്ള തൗഫീക്ക് ലഭിച്ചു. പറയുന്നു, ഞാൻ ഒരു ഫലസ്തീനിയൻ കാരിയാണ്. അസ്റ്റോണിയൻ യുവാവുമായി വിവാഹം കഴിച്ചിരിക്കുന്നു. ഞാൻ 2ാം തവണ ജൽസയിൽ പങ്കെടുക്കുന്നത്. ആദ്യത്തെ തവണ ജൽസയിൽ പങ്കെടുത്തതിനു ശേഷം ജമാഅത്തിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ കൊണ്ടാണ് തിരിച്ചുപോയത്. എന്നാൽ ഇപ്രാവശ്യം ഞാൻ ജൽസക്കിടക്ക് ഒരുപാട് ദുആ ചെയ്തു. അള്ളാഹുവെ, എനിക്ക് നേരായ മാർഗത്തിലേക്ക് മാർഗദർശനം നൽകിയാലും അഥവാ അഹമ്മദിയ ജമാഅത്താണ് ശരിയായ മാർഗമാണെങ്കിൽ, ജീവിതം കഴിച്ചുകൂട്ടുന്നതിനുള്ള മാർഗം ആണെങ്കിൽ അള്ളാഹുവെ എനിക്ക് സ്വയം ഹിദായത്ത് നൽകിയാലും. പറയുന്നു, അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ ബയ്യത്ത് ചെയ്തു. അള്ളാഹു എനിക്ക് തൃപ്തി നൽകി. ഞാൻ സ്വയം തന്നെ ഭാഗ്യവതിയായി മനസ്സിലാക്കുന്നു. ഇത്രയധികം ആളുകളെ ഞാൻ ജൽസയിൽ പങ്കെടുക്കുന്നതിനും അഹമ്മദി ആകുന്നതിനും വേണ്ടി ദുആ ചെയ്തു. കഴിഞ്ഞ വർഷം എനിക്ക് ജൽസയിൽ മുഴുവൻ പ്രസംഗങ്ങളും കേൾക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ വർഷം എല്ലാ പ്രസംഗങ്ങളും മുഴുവൻ ശ്രദ്ധയോടുകൂടി കേട്ടു. അതിന്റെ ഫലമായി അള്ളാഹുവിന്റെ ഹൃദയത്തിൽ യക്കീൻ കൂടുതൽ ദൃഢമാക്കി. ഈ ജമാഅത്ത് തന്നെയാണ് സത്യം. അങ്ങനെ ഞാൻ ബൈഅത്ത് ചെയ്തു. പറയുന്നു, ഞാൻ ഇവിടെ കണ്ടതുപോലുള്ള സ്ത്രീകളിലെ സഹോദരി ബന്ധം മറ്റെവിടെയും കണ്ടിട്ടില്ല. വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന സ്ത്രീകളുമായി ഞാൻ ബന്ധം സ്ഥാപിച്ചു. ഒരുപക്ഷെ അവരെ ഞാൻ ഇനി ഒരിക്കലും കാണുമായിരിക്കുകയില്ല. എന്നാൽ എപ്പോഴും അവരെ ഞാൻ എന്റെ ദുആയിൽ ഓർക്കുന്നതായിരിക്കും. ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു, ഞാൻ അഹമ്മദിയായതും ഈ ജമാഅത്തുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം അള്ളാഹുവിന്റെ ഇംഗിത പ്രകാരമാണ്. ഇതാണ് ജൽസയെക്കുറിച്ചുള്ള ഏതാനും ചില അഭിപ്രായങ്ങൾ. അത് ഞാൻ സമർപ്പിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജൽസ ഒരുപാട് പേരുടെ നെഞ്ചകം തുറക്കുന്നു. ഒരുപാട് പേരുടെ സംശയവും ശങ്കയും ദൂരീകരിക്കുന്നു. ഇസ്ലാമിന്റെ യഥാർത്ഥ ചിത്രം അവരുടെ മുമ്പിൽ വരുന്നു. അള്ളാഹു ഈ അനുഗ്രഹം
എല്ലായ്പ്പോഴും വ്യാപിപ്പിച്ചു കൊണ്ടുപോകുമാറാകട്ടെ. മീഡിയ കവറേജിനെ പറ്റി പറയുകയാണെങ്കിൽ, ജൽസയുടെ ആദ്യത്തെ ദിവസം ജൽസയ്ക്ക് ശേഷം എന്റെ കൂടെ ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. അതിൽ നാഷണൽ ഇന്റർനാഷണൽ മീഡിയ ഉൾപ്പെട്ടിരുന്നു. ഇന്റർനാഷണൽ മീഡിയയിൽ ഇറ്റലി, മെസഡോണിയ, ഓസ്ട്രിയ, ബ്രസീൽ, ബെൽജിയം എന്നിവിടങ്ങളിൽ നിന്നുള്ള ടിവിയുടെയും പത്രത്തിന്റെയും പ്രതിനിധികൾ ഉണ്ടായിരുന്നു. നാഷണൽ ലെവലിൽ ജർമ്മനിയിലെ 4 TV സ്റ്റേഷനുകളുടെയും 3 പ്രിന്റ് മീഡിയയുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. പ്രാദേശിക തലത്തിൽ NTV, റേഡിയോ, 4 പ്രിന്റ് മീഡിയയുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ജർമ്മനിയിൽ ജൽസസാലനയുടെ ഈ 3 ദിവസത്തെ കവറേജ് ഉണ്ടായി. റിപ്പോർട്ട് അനുസരിച്ച് 5 TV ചാനൽ, 3 റേഡിയോ, 61 പത്രങ്ങൾ, മറ്റു പ്രിന്റ് മീഡിയകൾ മുഖേന 5,92,00,000-ലധികം ആളുകളിലേക്ക് സന്ദേശം എത്തി. അതുകൂടാതെ ഇന്റർനാഷണൽ മീഡിയയിൽ അടുത്ത ആഴ്ച വരെ പ്രതീക്ഷിക്കുന്ന വാർത്തകൾ അനുസരിച്ച് അതിനെക്കുറിച്ച് അതിന്റെ പ്രതിനിധികൾ പരാമർശിച്ചിരുന്നു. അതിന്റെ പ്രേക്ഷകരുടെ എണ്ണം അനുസരിച്ച് 4,13,00,000-ലധികം ആളുകളിലേക്ക് സന്ദേശം എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ അൽ ഇസ്ലാം വെബ്സൈറ്റിൽ ജൽസയുടെ കവറേജ്, ജൽസ സാലാന ജർമ്മനിയുടെ കവറേജ് MTA ജർമ്മൻ സ്റ്റുഡിയോയുടെ സഹകരണത്തോടെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. സെൻട്രൽ പ്രസ് മീഡിയയിൽ നിന്ന് പുറത്തിറക്കിയ പ്രസ് റിലീസും അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. സോഷ്യൽ മീഡിയയിലും ജൽസയുടെ കവറേജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. ഇതിൽ ഫേസ്ബുക്കിൽ 32 പോസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചു. അതിൽ 4,20,000 ആളുകൾ കണ്ടു. 36,000 ആളുകൾ പോസ്റ്റ് ഇഷ്ടപ്പെട്ടു. അതിനെക്കുറിച്ച് അഭിപ്രായവും മറ്റും പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇതുപോലെ തന്നെ ട്വിറ്ററിലും ജൽസയുമായി ബന്ധപ്പെട്ട് 5,36,000 ആളുകൾ ജൽസയുടെ ട്വീറ്റുകൾ കണ്ടു. 5,800 ആളുകൾ റീട്വീറ്റ് ചെയ്തു. ഇത് ജൽസയെ കുറിച്ചുള്ള ആളുകളുടെ അഭിപ്രായം ഇതായിരുന്നു. ചില ബലഹീനതകളും ഉണ്ടാകും. ചുരുങ്ങിയ നിലയിൽ പറയാം, ഇതുപോലെ ഒന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. ആളുകൾ പുറത്ത് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് തർബിയത്ത് വകുപ്പ് ഭാവിയിൽ കർമ്മനിരതരായിക്കൊണ്ട് പരിഹരിക്കേണ്ടതാണ്. ആളുകൾ പുറത്ത് കറങ്ങി നടക്കരുത്. മറ്റു പരിപാടികൾ നടക്കുമ്പോൾ ശബ്ദത്തിന്റെ സംവിധാനം ആദ്യത്തെ ദിവസം പ്രത്യേകിച്ച് ജുമാ നേരത്ത് ശരിയായിരുന്നില്ല. ചില ടെക്നിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും അതിനുശേഷം അല്പം മെച്ചപ്പെട്ട അവസ്ഥ ഉണ്ടായി. ഈ കാര്യത്തിലേക്കും ജർമ്മനി ജമാഅത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തർജ്ജമയുടെ സമയത്തും പരാതിയുണ്ട്. ചിലപ്പോൾ ശബ്ദം വന്നുകൊണ്ടിരുന്നു. തർജ്ജമ കേൾക്കുന്നതിന് വേണ്ടി വെച്ച ഉപകരണത്തിലൂടെ അതിലും ശരിയാക്കേണ്ടതാണ്. താമസ സൗകര്യത്തിൽ എണ്ണം ഈ വർഷം വളരെ അസാധാരണമായ നിലയിൽ അധികമായിരുന്നു. ഇവരുടെ പ്രതീക്ഷയേക്കാൾ കൂടുതലായിരുന്നു. അതുകൊണ്ട് ഏകദേശം 400ഓളം സഹോദരന്മാർക്ക് കിടക്ക കിട്ടിയില്ല. അതത്ര വലിയ പ്രശ്നം ഒന്നും അല്ല. എന്നിരുന്നാലും ജർമ്മനി ജമാഅത്ത് ഭാവിയിൽ സംവിധാനം ഒരുക്കേണ്ടതാണ്. അച്ചടക്കം പറയുന്നു. ജൽസഗായിലും ചിലർ പറഞ്ഞിരുന്നു അച്ചടക്കത്തിന് കുറവുണ്ടായിരുന്നു. ഇതിലേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതിനുള്ള ഒരു കാരണം ഇതുകൂടിയായിരിക്കാം. ഹാളിന്റെ കൂളിംഗ് സിസ്റ്റത്തിൽ ഒരു മെഷീൻ കേടായിരുന്നു. അത് കാരണം ഹാളിൽ വളരെയധികം ചൂടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെയും UK ജൽസയിൽ ആളുകൾ പന്തലിൽ ഇരിക്കാറുണ്ട്. വളരെയധികം ചൂട് ഉണ്ടായിരിക്കും. എന്നിരുന്നാലും ആളുകൾ ഇവിടെ ഇരിക്കാറുണ്ട്. അതുകൊണ്ട് ഇതൊരു കാരണമല്ല. സംഘാടകർ, തർബിയത്തിന്റെ വകുപ്പ് ഇതിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. മുഴുവൻ വർഷവും അഹമ്മദികളെ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിപ്പിക്കേണ്ടതാണ്. ഏതായിരുന്നാലും ഏതാനും ന്യൂനതകൾ കുറച്ച് അവർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. സ്വയം ഇതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിനെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ആലോചിക്കുക. രണ്ടാമതായി ഭക്ഷണത്തെക്കുറിച്ചും പരാതി വന്നുകൊണ്ടിരുന്നു. ആദ്യത്തെ ദിവസം അഥവാ ഹാജർ നില അനുസരിച്ച് തയ്യാറാക്കാൻ സാധിച്ചില്ല എങ്കിൽ അടുത്ത ദിവസം നല്ല സംവിധാനം ഉണ്ടാക്കേണ്ടതായിരുന്നു. എന്നാൽ ഭക്ഷണം തീരുകയും അവസാനം എമർജൻസിയായി ദാൽ പാചകം ചെയ്യുകയും അത് തന്നെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. ഈ കാര്യത്തിലേക്കും ശ്രദ്ധിക്കേണ്ടതാണ്. നല്ല നിലയിൽ പ്ലാനിംഗ് ഉണ്ടായിരിക്കേണ്ടതാണ്. അള്ളാഹു പ്രവർത്തിച്ച എല്ലാവർക്കും ഭാവിയിൽ ഇതിൽ കൂടുതൽ മെച്ചമുണ്ടാക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ പര്യടനത്തിന് ഇടയ്ക്ക് ഒരു പള്ളിയുടെ ഉദ്ഘാടനത്തിന് തൗഫീക്ക് ലഭിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇതിന്റെയും നല്ല സ്വാധീനം അതിഥികളിലുണ്ടായി. അവർ തുറന്ന നിലയിൽ ഈ കാര്യം പ്രകടിപ്പിച്ചു. ഈ ഇസ്ലാം ജർമ്മനിയിൽ വ്യാപിക്കേണ്ടതാണ്. ഈ ഫംഗ്ഷന്റെയും നല്ല കവറേജ് ഉണ്ടായി. 2 TV ചാനലിലും 2 പത്രത്തിന്റെയും പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. അവർ മുഖേന ആ പള്ളിയുടെ ഫംഗ്ഷന്റെ വാർത്ത 16.5 ലക്ഷം ആളുകളിലേക്ക് ഈ മീഡിയകൾ മുഖേന അതിന്റെ വാർത്ത എത്തി. ഇസ്ലാമിന്റെ സന്ദേശം എത്തി. അള്ളാഹു ജർമ്മനി ജമാഅത്തിന് ഭാവിയിൽ ഇതിൽ കൂടുതലായി ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുന്നവരാകാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ.
ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പരിചയം അതിൽ കൂടുതൽ വിശാലത ഉണ്ടാക്കുക. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.